IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neethus Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. ഞാൻ പൊതുവേ നിശബ്ദനാണ്, അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്. മക്കളൊക്കെ വന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെങ്കിൽ അതിന് നിയതമായൊരു ഉത്തരം നമ്മുടെ മനസ്സിലല്ലേ ഉള്ളൂ. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഒരു പക്ഷേ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ സിബിക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് വായിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിബി അത് ഉൾക്കൊള്ളും. ചില ആൾക്കാർക്ക് കുറച്ചും കൂടെ എന്ന് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ സംസാരിക്കും, ചോദിക്കും. ചിലർക്ക് ഓവറായിട്ടൊക്കെ സംസാരിക്കും, ഭയങ്കര രസമാണ്, ഞങ്ങളതിന് ഇൻവോൾവ് ആവും. ആ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെയാണ്. ഷാജിക്ക് ഞാൻ പിറവി എഴുതിയുന്ന സമയത്ത് ഞങ്ങൾ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ഷാജിക്ക് തന്നെ അങ്ങനെയാണ്, 2-3 വാക്കിൽ ഒരു മാസത്തേക്കുള്ള വർത്തമാനം പറഞ്ഞ ഷാജി. അത് കൗതുകത്തോടെ ഞാൻ അതേപോലെ ഞങ്ങളുടെ ചില സമയത്ത് കൂടുതലൊക്കെ സംസാരിച്ച് പോയിട്ടുണ്ട്. പക്ഷേ രസമാണ് ചില ആൾക്കാരോട് സംസാരിക്കാൻ. അത് നമ്മുടേതായ ഒരു പ്രൈവറ്റ് ലോകം കിട്ടും അവിടെ. അല്ല, സാറിൻ്റെ മുമ്പിൽ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴുള്ള സംസാരവും പുറത്തുനിന്ന് സംസാരം 2 രീതിയാണ്. എൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ പുറത്തുനിന്ന് സംസാരം വേറൊരു വ്യക്തിയാണ്. ആ സമയം നമ്മളൊരു ക്യാമറയ്ക്ക് മുന്നിലും വേറൊരു വ്യക്തിയാവുകയാണ്. അവിടെ എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് സംസാരിക്കാൻ മേലെന്ന് കൃത്യമായ തിരിച്ചറിവോട് കൂടിയാണ് ഇരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. സാറേ, ഈ ദേവദൂതനിലേക്ക് നമുക്കൊന്ന് ചെല്ലുവാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ 2000 ഈ സിനിമ കണ്ട ഒരു വ്യക്തിയും കൂടിയാണ്. അന്ന് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ ഉണ്ട്. എൻ്റെ നാട്ടിലെ തൊടുപുഴയിൽ ശ്രീകൃഷ്ണ തിയേറ്ററിൽ പോയി സിനിമ കണ്ട ഒരു വ്യക്തിയാണ്. ആ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താണ്. എനിക്കൊന്നും ഇതിനകത്ത് അന്ന് പറഞ്ഞ പോലെ ആരോടോ എന്തോ പറയാനുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് തന്നെയാണ് ഇനിയും പറയാൻ കിടക്കുകയാണ്. അന്നത്തെ ഒരു യാത്ര എനിക്ക് സിബിസാറ് നേരത്തെ പറഞ്ഞ ഒരിക്കലും ഈ സിനിമ പരാജയപ്പെടുമെന്ന് ഓർത്തെടുത്തതല്ല. പക്ഷേ ആദ്യത്തെ ന്യൂസ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ തകർന്നു പോയിരുന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി സിനിമ ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സിബിസാർ അന്ന് സിനിമാ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുകയായിരുന്നു. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് സിനിമ എടുക്കുന്നത്. ഒരിക്കലും മോഹൻലാലിനെ അല്ല ഈ സിനിമയിൽ കണ്ടത്. അത് ചുറൂർക്കുള്ള ഒരു ക്യാമ്പസ് സ്റ്റോറി ആയിട്ട് പോകുന്നു. പിന്നീട് മോഹൻലാൽ വരുന്നു, ലാലേട്ടൻ വരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ സിനിമയുടെ സബ്ജക്റ്റ് മാറ്റുമ്പോൾ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്തായിരുന്നു? അത് ഇപ്പോഴേ ഈ സിനിമ ദേവദൂതൻ പരാജയപ്പെട്ട സിനിമയാണ്. മുൻപ് വേറെ ഒരു ഫോമിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് വെച്ചാണെന്നൊക്കെ പറഞ്ഞ് പലരും അത് കേട്ടിട്ടുണ്ടാവും. പലരും പറഞ്ഞു കഴിഞ്ഞ ഒരു സംഗതിയാണ്. ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, അസസ്മെൻ്റാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഒരു സിനിമയും പരാജയപ്പെട്ടു എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. ആരുടെ സിനിമയായാലും സിനിമ ഒരു സൃഷ്ടിയാണ്. നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ കുറേ വെള്ളരിക്കയും പടവലങ്ങ കൃഷി ചെയ്യുമ്പോഴും ആ പടവലങ്ങ പരാജയപ്പെട്ടു പോയി, ഈ പടവലം നന്നായി എന്ന് അങ്ങനെ ഏതെങ്കിലും കർഷകൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. 10-12 മക്കളെ പ്രസവിച്ച അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടോ? 2 മക്കൾ റിലീസായത് ശരിയായില്ല, 3 മക്കൾ ഒരാഴ്ച ഓടിയുള്ളൂ, അതങ്ങനെ പറയാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം ഇതെല്ലാം അങ്ങനെയാണ്. ഈ പരാജയം എന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു 10 മുടക്കി ചിലവാക്കി എടുത്ത ഒരു സംഗതി വിറ്റപ്പോൾ 5 കിട്ടിയെന്നോ 2 കിട്ടിയെന്നോ വരുമ്പോൾ അതിൽ ബാക്കി 8 കിട്ടാത്തതുകൊണ്ട് 8 നിലയിൽ പരാജയപ്പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ 2 നിലയിൽ പരാജയപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ഇതാണത്. അല്ലാതെ പരാജയപ്പെടുന്നെന്ന് തോന്നുന്നത് ആ സൃഷ്ടാവിന് മാത്രമാണ്. സൃഷ്ടി ശരിയായില്ലെങ്കിൽ അയാൾക്ക് തോന്നാം അത് ശരിയായില്ല. കളിമണ്ണ് കൊണ്ട് ഒരു മൺകുടം ഉണ്ടാക്കി കലം ചൂടാക്കി എടുക്കുന്നതിന് മുമ്പ് അത് പൊട്ടിപ്പോയാൽ അത് പരാജയപ്പെട്ടു, ആ ഉദ്യമം പരാജയപ്പെട്ടു. പക്ഷെ അതേ സാധനം തന്നെ അയാൾക്ക് വീണ്ടും ഉരുട്ടിയെടുത്തിട്ട് വിജയിപ്പിക്കാനും പറ്റും, കലമാക്കി മാറ്റാനും പറ്റും, ഇല്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സിനിമയും പരാജയപ്പെടില്ല, അത് സൃഷ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ സിനിമ ദേവദൂതൻ പറയുന്ന പടം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ സിനിമ തന്നെ ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ അന്ന് ഞാൻ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്, അത് വളരെ നന്നായിട്ട് സിബി അത് എടുത്തിട്ടുണ്ട്.
അത് തിയേറ്ററിലൊന്നും റിലീസ് ചെയ്യാതെ അന്ന് സിയാദിന് ഇത് തിയേറ്ററിൽ എത്തിച്ചിട്ട് അതിൻ്റെ സാമ്പത്തികമായി ചിലവാക്കിയ പൈസ തിരിച്ച് കിട്ടേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അന്ന് സിയാദിന് കയ്യിൽ അത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ വേറെ തന്നെ സിയാദ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിയാദും സിബിയും ഞാനും ഇന്നും അതിരുന്നിട്ട് എവിടെന്നെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. തിയേറ്ററിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ പരാജയമല്ല അത്, ചിലവാക്കിയ പൈസ തിരിച്ച് കിട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നും അതൊരു പൂർണ്ണമായ സൃഷ്ടി തന്നെയാണ്. പിന്നെ നമ്മളൊരു സാധനം ആരെങ്കിലും ഒരാളെ ഒരു എഴുതിയ കഥയോ അല്ലെങ്കിൽ ചിത്രമോ, ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോലും ആരെങ്കിലും കാണിക്കുമ്പോൾ നിങ്ങളെ ചോദ്യം ശരിയായില്ല എന്നും മറ്റേത് ഇങ്ങനെയല്ല എന്നും ആ ക്യാമറ അവിടെ എല്ലാം വെക്കേണ്ടതെന്നും പറയാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഒരു സിനിമ ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു ദേവദൂതനാണ്. പക്ഷേ തിയേറ്ററിൽ 100 ആൾക്കാരുണ്ടെങ്കിൽ 100 ദേവദൂതന്മാരെയാണ് അവർ കാണുന്നത്. ഏത് സിനിമയും അങ്ങനെയാണ്, ഏത് കലാരൂപവും അങ്ങനെയാണ്. ചിത്രം നോക്കി നിൽക്കുന്ന ചിത്രകാരൻ, വരച്ച ചിത്രകാരൻ ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് ഒരു 10 പേര് അത് വന്ന് നോക്കുമ്പോഴേ 10 ചിത്രമല്ലേ അവർ കാണുന്നത്. അവരുടെ ചിലവർ പറയും ഈ ചിത്രത്തിൻ്റെ അകത്ത് അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫുലിംഗങ്ങളാണ് ഞാൻ കാണുന്നത്. വേറെ ആൾ ചോദിക്കും ആ മഞ്ഞേൻ്റെ അടുത്ത് പച്ച വരച്ചത് നല്ല രസമായിട്ടില്ലേ എന്ന് പറയും. ഒരു കാമുകിയെ നോക്കുമ്പോൾ പറയും ഇതിനകത്ത് ഞാൻ വല്ലാത്തൊരു പ്രണയമാണ് കാണുന്നത്. ഒരമ്മ നോക്കുമ്പോൾ ഒരു കുഞ്ഞുള്ള വാത്സല്യമാണ് ഞാൻ കാണുന്നത്. ഇതൊന്നും ആയിരിക്കും ചിത്രകാരൻ ഇതൊക്കെ നോക്കിയിട്ട് അന്തം വിട്ട് ചുമരും ചാരോട് നിൽക്കുന്നുണ്ടാവും. ചിത്രകാരൻ നോക്കുന്നത് ഞാൻ കണ്ടത് എന്തെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത്. ആ കണ്ടുവെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അയാളൊരു നിർവൃതി ഉണ്ടാവും. അതാണ് സൃഷ്ടി എന്ന് പറയുന്നതിൽ സംഭവിക്കുന്നത്. ഇപ്പം വലിയ ഗ്രന്ഥങ്ങൾ പോലും ഇപ്പോഴത്തെ കാലത്ത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിനും സോഷ്യൽ മീഡിയയിലോ ആൾക്കാരോ എത്രയോ റിവ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ പരാജയം എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. ഞങ്ങളത് ആ സിനിമ അന്ന് സിബി എടുത്ത സിനിമ, സിബി പൂർണ്ണമായ മനസ്സോടെയല്ലേ അത് ഷൂട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് നിർമ്മിക്കുന്നത് അങ്ങനെയല്ലേ, ഞാനും പൂർണ്ണ മനസ്സോടെയല്ലേ അത് എഴുതുന്നത്. അപ്പോൾ എനിക്കത് പരാജയമല്ല. അത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ സാമ്പത്തിക ഇതിൻ്റെ മുകളിൽ മാത്രമാണ്. സിയാദിന് അതിന് പ്രൊഡ്യൂസർക്ക് നിർമ്മാതാവിന് അതിൻ്റെ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചു എന്ന് പറയും. ഇനി അതിൽ കൂടുതൽ കിട്ടിയെങ്കിൽ ലാഭം സംഭവിച്ചു എന്നും പറയും ഇല്ലേ. അങ്ങനെ എത്രയോ സിനിമകളുണ്ട്, എത്രയോ ചലച്ചിത്രങ്ങളുണ്ട്. ഈ ലോകത്തിൽ എത്രയോ സിനിമകൾ ഇറങ്ങുന്നില്ലേ. എല്ലാ സിനിമകളും അങ്ങനെയാണോ? അല്ലല്ലോ. കിട്ടുന്നുണ്ടോ? ഇല്ല. മലയാളത്തിൽ നമ്മൾ തൊട്ടടുത്തുണ്ടായില്ലേ ഇഷ്ടംപോലെ. അപ്പോൾ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ സൃഷ്ടാവിന് അതിൽ ഇൻവോൾവ് ആയ ആൾക്ക് സങ്കടം വരും, നിരാശ വരും. അതാണ് സിബിക്ക് വന്ന ഡിപ്രഷൻ. പക്ഷേ സിബിയുടെ ഡിപ്രഷൻ ഞാൻ അറിയില്ലായിരുന്നു. ഇല്ല അന്ന് എനിക്ക് അറിയില്ല സിബിക്ക് സങ്കടം വന്നു എന്നോ സിയാദിന് നഷ്ടം വന്നു ഒന്നും സിയാദ് നഷ്ടം വന്നു എന്ന് എനിക്കറിയാം. സിയാദ് തിയേറ്ററിൽ ഇറക്കിയതുകൊണ്ട് നഷ്ടം വന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഇയാൾ ഞാൻ തിയേറ്ററിൽ ഇറക്കിയത് ഇയാൾക്ക് കുറച്ച് പൈസ വേറെ മാറ്റി വെച്ചാൽ പോരായിരുന്നു. അതൊക്കെ തമാശയായിട്ടൊക്കെ തോന്നാറുണ്ട്. ഞാൻ എൻ്റെ സിനിമയായതുകൊണ്ട് അത് സാമ്പത്തികം കിട്ടാൻ എപ്പോഴും എനിക്ക് സങ്കടം ഉണ്ടായി, വിഷമമുണ്ടായിരുന്നു. എനിക്ക് ഡിപ്രഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാനത് പൂർണ്ണതയിൽ എത്തിച്ചിട്ടാണ് വെച്ചതെന്ന് എൻ്റെ അഭിപ്രായം. പിന്നീടെല്ലാം ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ്. അടുത്ത വീട്ടിലെ രാമൻകുട്ടി പറയുന്നു നിങ്ങളതിൽ മോഹൻലാലിനെ വെച്ചത് വേണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിലെ ജനാർദ്ദനെ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുക എന്നല്ലാതെ അതിലൊരു ഉൾക്കാമ്പ് ഞാൻ കാണുന്നില്ല. അത് അവരുടെ സജഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ പടത്തിനെ പറ്റിയ എല്ലാ അഭിപ്രായങ്ങളും നല്ലത് പറഞ്ഞതും മോശമായിട്ട് സംസാരിച്ചതും എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് ഈ സിനിമയുടെ നന്മ പറഞ്ഞ ആൾക്കാരുടെ സിനിമകൾ കാണാൻ, ഈ സിനിമയുടെ മോശം ശരിയാവാത്ത കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുടെ ഈ സിനിമകൾ കാണാൻ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. ഞാൻ ആലോചിക്കണം അവരാണെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്ന സിനിമ എങ്ങനെയായിരിക്കും. IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neethus Academy, the best language academy in Kerala. ചേഞ്ച് ആകൂ, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.